കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നില്ല, ഒരു വാർത്ത, ടിങ് ടിങ് ടിങ്, ഇത് കാണാമോ? അത്ര ക്ലിയർ ഒന്നും ആക്കണ്ട, പയ്യൻ്റെ മോഹത്തൊന്നും കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പ്രതിഭയുടെ മകനടക്കം പരസ്യമായി കഞ്ചാവ് വലിച്ചെന്ന കേസ് ചുമത്തിയത് ജാമ്യം കിട്ടുന്ന വകുപ്പ്, കണ്ടെത്തിയത് 5 ഗ്രാം കഞ്ചാവെന്ന് എക്സൈസ് റിപ്പോർട്ട്. കുപ്പിയിൽ വെള്ളം നിറച്ച് കഞ്ചാവിട്ട് കുഴലുപയോഗിച്ച് വലിക്കുന്ന സംവിധാനവും കണ്ടെത്തി. എൻ്റെ അമ്മോ, എന്നാ കണ്ടെത്തലായിപ്പോയി അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളങ്ങ് ഞെട്ടണം. പിടിച്ച് തീർന്ന് എല്ലാം അങ്ങ് കുഴലുപയോഗിച്ച് ബോങ്കെന്ന് കണ്ട പറയുന്നതിന്. അങ്ങനെയൊക്കെ പലതരത്തിലടിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ, ഇത് കേട്ടാൽ അങ്ങ് നമ്മളങ്ങ് ഞെട്ടണം. എന്നിട്ട് വിചാരിക്കണം, ഇങ്ങനെ വിചാരിക്കണം, എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഈ നാട് കേരളം നമ്പർ 1 ആണ്. കേരളത്തിലെ എക്സൈസ് എന്നും പോലീസെന്നൊക്കെ ഉത്തരവാദിത്വത്തിൻ്റെ അങ്ങേ അറ്റം അവരെന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. പിന്നെ മാധ്യമങ്ങൾ കണ്ടോ എത്ര കറക്റ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അവൻ്റെ ഫോട്ടോ അടക്കം വെച്ച് പ്രചരിപ്പിക്കുക. ഇതൊക്കെ കേട്ടോ ഞെട്ടണം കേട്ടോ. മലയാളി പൊളി. പൊളി എന്ന് പറഞ്ഞാൽ വാ പൊളി, പഴം പൊളി, ഉള്ളിയുടെ തൊലി പൊളി എന്നൊക്കെ, തൊലിയൊക്കെ പൊളിക്കുക, അതാ പൊളി. ഇതെല്ലാം വേറെ എന്ത് പൊളിയാണ്? വേറെ എന്തിനും പൊളിക്കാറുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് മലയാളി പൊളി. നമ്മളിത് കേൾക്കുമ്പോൾ ഞെട്ടണം, നമ്മളങ്ങ് ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്നത്. ഇത് നോർത്ത് ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുളുമണാലിയൊക്കെ പോകുന്നവർക്കറിയാം അല്ലേ, മലാന ക്രീം. പിന്നെ ഈ പഞ്ചാബിലാണേലും ഈ പറഞ്ഞ പോലത്തെ രാജസ്ഥാനിലെ ഗുജറാത്തിലൊക്കെ തന്നെ ഈ ബാങ്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വളരെ ചുമ്മാ ഹോളിക്കൊക്കെ കലക്കി കുടിക്കുന്ന പോലത്തെ ഒരു സാധനം. അതിന് സെയിം കിക്കൊക്കെ തന്നെ, ഇതേ സാധനങ്ങളൊക്കെ തന്നെ, കണ്ടൻറ്റൊക്കെ സെയിമാണ്. പിന്നെ കാനഡ അല്ലെങ്കിൽ അമേരിക്കയിലെ പല സ്റ്റേറ്റ്സിലൊക്കെ ലീഗലായിട്ട് ആൾക്കാർ വളരെ കൂളായിട്ട് വലിക്കുന്ന ഒരു 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 ഹെർബാണ് ഈ പറഞ്ഞ കഞ്ചാവ്, മരിവാന. THC കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ THC ഉള്ളൊരു എന്തൊരു സാധനം, കെമിക്കൽ, അതിൻ്റെ പേര് പറയുന്നത് അങ്ങനെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് ഡ്രഗ് കാറ്റഗറിയിൽ പെടുന്ന ഒരു വലിയ സംഭവമൊന്നും അല്ലാത്തൊരു ഡ്രഗ്, റിക്രിയേഷൻ ഡ്രഗ്. അല്ലെ മറ്റേ ഉറങ്ങാനൊക്കെ കൊള്ളാൻ ചിലത് സ്ട്രെയിൻസ്, മറ്റേ സറ്റിവ, ഇൻഡിക്ക എന്നൊക്കെ പറഞ്ഞ 2 സ്ട്രെയിൻസ്. ഇങ്ങനെ എന്താ പറയുക, ഒന്ന് ഹൈ ആവും, ഒന്ന് ലോ ആവും, ഒന്ന് ഉറങ്ങും, ഒന്ന് ചിലപ്പോൾ ഉണർന്നിരുന്നിട്ട് വല്ലതൊക്കെ ആലോചിക്കും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. MDMA എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ഹാർഡ് ഡ്രഗ്സിൽ പെടുന്നുണ്ട്. കൊക്കൈന്, MDMA, LSD, എക്സ്റ്റസി, പിന്നെ മറ്റേ എന്താണ് DMT, ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെവി ഹാർഡ് കോർ. അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഈ പെത്തഡിൻ, മോർഫിൻ, ഇങ്ങനെയുള്ള ഈ കിറ്റാമിൻ, ഇങ്ങനെ കുറേ ഡ്രഗ്സൊക്കെ വരുമ്പോൾ അത് ഹാർഡ് ഡ്രഗ്സിൽ പെടുന്നുണ്ട്. അതിനകത്ത് അഡിക്ഷൻ പെട്ടെന്നുണ്ടാകുന്നുണ്ട്. പിന്നെ സൈഡ് എഫക്ട്സ് ഭയങ്കരമാണ്. ഫിസിക്കലി ആൻഡ് മെൻ്റലി ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ഈ കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് അത്ര വലിയ സംഭവമൊന്നും അല്ല. ലീഗലായിട്ട് ഇപ്പോൾ തായ്ലൻഡിൽ പോയപ്പോൾ ഞാൻ നോക്കുമ്പോൾ വഴിയിൽ നിന്നൊക്കെ നമ്മൾ ചുമ്മാ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് പുറത്തൊക്കെ കടന്ന് വലിച്ചുകൊണ്ട് പോകുന്നൊരു സാധനമായത്. ഇവിടെ കിടന്നുകൊണ്ട് ഈ മസിൽ പിടിക്കുന്ന കണ്ടോ അവർക്ക് എന്തോ വലിയ സാധനമാണ്. അവിടെയൊക്കെ ചെന്നിട്ട് ഇതേപോലത്തെ വാർത്തയൊന്നും ഇടാൻ പറ്റത്തില്ലെന്ന്. കാനഡയിൽ പോയി ഇടാൻ പറ്റും. കാനഡയിലൊക്കെ ആൾക്കാർ മെഡിക്കൽ സ്റ്റോർ വരെ കിട്ടും. അങ്ങനത്തെ സ്റ്റോറുകളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ചെറിയ സാധനത്തിനെ ഇവിടെ ഭയങ്കരമായിട്ട് കാണിച്ചിട്ട് വാർത്തയാക്കി എക്സൈസുകാർ വലിയൊരു പണിയാക്കി എടുത്തിട്ട് വലിയൊരു പണി ചെയ്യുന്ന പോലെ ചെയ്യത്തെ. ഇതൊക്കെ ഇതാണോ വലിയ പണി? ഇതൊരു പണിയാണോ? എനിക്കറിയാൻ മേലത്തോണ്ട് ചോദിക്കാൻ. ഈ ഒരു സാധനത്തിന് ഇത് ഈ പാറ്റയൊക്കെ പിടിച്ചിട്ട് വലിയ ദിനോസറിനെ പിടിക്കുന്ന പോലെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ പറയുക, കുറച്ച് പോലീസുകാരൊക്കെ കൂടി കുറച്ച് എലിയെ കൊല്ലുക എന്ന് കരുത്. എന്നിട്ട് എലിയെ കൊണ്ടുവരിക. എലി ഭയങ്കര ഭീകര ജീവിയാണ്. ഇപ്പോൾ ഈ 2 എലിയെ കൊന്നില്ല എന്നെങ്കിൽ കേരളം അങ്ങ് നശിച്ചു പോയേനെ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. കഷ്ടമുണ്ട്, നാണക്കേടാ കേട്ടോ ഇതൊക്കെ. എന്നിട്ട് ആ ചെക്കൻ്റെ ഫോട്ടോ ഈ മാധ്യമങ്ങളെ കൂടെ എടുത്തങ്ങ് പ്രചരിപ്പിക്കുക. ഒരു നാണോ ഇല്ല, ഉളുപ്പില്ല. ഇവനൊക്കെ എവിടുത്തുകാരെ? ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ ഇതൊക്കെ അടിക്കുന്നവരുണ്ട്. പോലീസുകാർ ഇത് അടിച്ചിട്ടുണ്ട്, പട്ടാളക്കാരും അടിച്ചിട്ടുണ്ട്, ഞാൻ അടിച്ചിട്ടുണ്ട്, നിങ്ങൾ പലരും കണ്ടുകൊണ്ടിരിക്കുന്നവർ അടിച്ചിട്ടുണ്ടാകും. പക്ഷേ എന്തുകൊണ്ട് ഈ കൊച്ചിനെ ഇങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്ത് അവൻ്റെ പടമൊക്കെ ഭയങ്കര ട്രോൾ ഉണ്ടാക്കി വിടുക? വേറെ സാധനം കണ്ടതാണ് ഇതേപോലെ തന്നെ. ഇവന്മാരുടെ കളികളാണ്. ഇവന്മാർക്ക് കിട്ടിയ ചാൻസ് ഈ പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പിന്നെ മിടുക്കനായിരിക്കും. മനസ്സിലായി? അതുകൊണ്ട് ഇത് കണ്ടു, അവൻ്റെ പടം വെച്ചേക്കുക, ഒരു ഇല പിടിച്ചുകൊണ്ട് നിന്നിട്ട് യുവ കർഷകനുള്ള അവാർഡ് ജേതാവ് കനിവ് ഏണ്ടൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കും. ഇതിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇവന്മാരുടെ പരിപാടികളാണ്. ഭയങ്കര പ്രബുദ്ധരാണ് മലയാളി. മനസ്സിലായി? മലയാളി പൊളിയല്ലേ? കേരളം നമ്പർ 1 അല്ലേ? ഇവനൊക്കെ ഈ ഉണ്ടാക്കുന്നവനൊക്കെ അവൻ്റെ എവിടെ നിന്ന് പെണ്ണുങ്ങളെ പീഡിപ്പിച്ചവനൊന്നും ഇല്ലാത്ത കുഴപ്പമാണ് ഇപ്പോൾ ഈ പയ്യനുള്ളത്. ഈ ഒരു കാര്യത്തിനകത്ത് ഈ പയ്യനോടും ഫാമിലിയോടും പറയാനുള്ളത്, നീ ഇത് അടിച്ചെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഇവിടെ ലോകം അവസാനിച്ചിട്ടൊന്നുമില്ല ഇതുവരെ.
ഇവിടെ ഇപ്പോൾ ഈ കണ്ട കഞ്ചാവ് അടിക്കാരും കഞ്ചാവിനെ കച്ചവടം ചെയ്തവരും ഇത്രയും വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്ന ഈ കേരളത്തിൽ ഇനി ഇപ്പോൾ കഞ്ചാവ് അടിച്ച് പിടിച്ചില്ല എന്നേ കുഴപ്പമൊന്നുമില്ല. അത് പിടിച്ചത് കൊണ്ട് ഇത്തിരി പേരുദോഷമൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് വലിയ ഡെസ്പാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ പലരെയും പിടിക്കും. ഇഷ്ടംപോലെ ആൾക്കാർ നിൻ്റെ കൂടെ തന്നെ എനിക്കറിയാമല്ലോ എത്രയോ പേര് അടിക്കുന്നതായിട്ടും എവിടെല്ലാം പോയി അടിച്ചിട്ടുണ്ടാവും. എനിക്കറിയാം ഇവിടെ ഇഷ്ടം പോലെ പേര് അടിക്കുന്നവരെ അടിക്കാത്തവരെയൊക്കെ അറിയാം. ഇപ്പോൾ അടിച്ച് പട്ടായന്മാരെ അറിയാം, അടിച്ച് മരിച്ചുപോയവരെ അറിയാം. അങ്ങനെ ഇതിനകത്ത് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. ഇനി ഇതുകൂടാതെ ഇനി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടൺ കണക്കിനാണ് കഞ്ചാവ് വരുന്നത്, ടൺ കണക്കിനാണ് MDMA വരുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഒരു ലൊടുക്ക് പാവപ്പെട്ട ഒരു എവിടെ നിന്നോ വന്നൊരു നിവർത്തികെട്ടവനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ 5 കിലോ കിട്ടി, 10 കിലോ കിട്ടി, ഇതാണ് കഞ്ചാവ് വേട്ട എന്നൊക്കെ പറഞ്ഞ് കണ്ണിപ്പൊടി ഇടുന്ന കുറേ വാർത്തകൾ ഉണ്ടാക്കി ഈ ഡ്രഗ് മാഫിയ തന്നെ ഇട്ടുകൊടുക്കുന്ന കുറച്ച് പ്രതികളെയും കൊണ്ട് കേസുകൾ നമ്പർ കാണിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് പൊടിയിടുന്ന തരം പരിപാടികൾ നടത്തുന്ന ഒരു പരിപാടിയേ ഉള്ളൂ ഇതിനകത്ത്. അല്ലാതെ ഇന്നേ വരെ ഈ ഒരു ഡ്രഗ് ലോഡിനെയോ അല്ലെങ്കിൽ ഇതുപോലെ MDMA ഉണ്ടാക്കുന്ന ഒരു ലാബോ ഒന്നും ഇവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ബോർഡർ കടന്ന് വരുന്നുണ്ടെന്ന് പറയുന്നത്. ഈ ബോർഡറിനൊക്കെ അവിടെ പിന്നെ എന്തിനാണ് ഈ സെക്യൂരിറ്റി നിർത്തിയേക്കുന്നത്? ഈ ബോർഡർ കടന്ന് ഈ സാധനം വരുന്നുണ്ട്, എത്ര രൂപയാണ് മുടക്കിയേക്കുന്നത് ഈ ബോർഡർ സെക്യൂരിറ്റിക്ക്? അല്ലേ വേണ്ട. ഇവിടെ ഈ എക്സൈസ് എന്ന് പറഞ്ഞവന്മാർ ഈ കേരളം മൊത്തം നടന്നിട്ട് ഇതേപോലത്തെ ലൊടുക്ക് 4 പൊട്ട കഞ്ചാവ് വിൽപ്പനക്കാരെ പിടിച്ചിട്ട് വാർത്തയല്ലാതെ വേറെ എന്തെങ്കിലും വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വല്ലപ്പോഴും 2 വർഷത്തിലൊരിക്കൽ വല്ലതും ചെറിയ ക്വാണ്ടിറ്റി കൂടിയൊരു സാധനം കാണിക്കും. അതല്ല ഇവിടെ വരുന്നതിൻ്റെ എമൗണ്ട്. അതായത് ടൺ കണക്കിന് വരുന്നതിനകത്തുനിന്ന് 100 കിലോ പിടിച്ചിട്ട് കാര്യമില്ലെന്നേ. അപ്പോഴാണ് ഇതിനിടയിലാണ് ഇവനെയൊക്കെ പിടിച്ചിട്ട് സംഭവമാക്കുക ഇവിടെ കിടന്നുകൊണ്ട്. നാണമുണ്ടോ ഇവർക്ക്? ഇത് തെണ്ടിത്തരമായി കാണിച്ചേക്കുന്നത്. അത് ആ പയ്യനെ ഇട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ കഞ്ചാവിൻ്റെ ഈ വിൽപ്പനയും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ക്വാണ്ടിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും അല്ല. സ്കൂളിൽ പോലും കഞ്ചാവ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ വന്നവിടെ? സ്കൂൾ കുട്ടികൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ പരാതികളുണ്ട്. എന്തോ തടയാൻ പറ്റിയത്? ഇത് എത്ര കൊല്ലമായി ഈ യുദ്ധം തുടങ്ങിയിട്ട്? ഡ്രഗ് അഗൈൻസ്റ്റ് വാർ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക നടക്കുന്നില്ല, പിന്നെയാണോ ഇന്ത്യ നടക്കാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്ത്യ ഓവർ പോപ്പുലേറ്റഡ് ആണ്. 140 കോടി ജനമുള്ളിടത്ത്, തൊഴിലില്ലായ്മയും പട്ടിണിയുള്ളിടത്ത് ഈ പറഞ്ഞ ഡ്രഗ് മാഫിയ വിചാരിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് ആവശ്യമുള്ളപ്പോൾ പുതിയ ആളുകൾ കച്ചവടത്തിന് വരും. അതിനകത്തിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജയിൽ നിറയുമോ? കേരളം മൊത്തം ഒരു ജയിലാക്കേണ്ടി വരും. അങ്ങനെയാണ് പെണ്ണാണിപ്പം മറ്റേ പീഡനവും കഞ്ചാവും ഒക്കെ കൂടെ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ. അങ്ങനെയല്ല ഇതിനെ നേരിട്ടുണ്ട്. ഇവിടുത്തെ രീതി ശരിയല്ല. ഒന്നാമത് ഇത് അവരെ പിടിച്ചോണ്ടിരുന്നാൽ ഇവരെ പിടിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ, എന്നും പിടിച്ചോണ്ടിരിക്കും. എന്നാൽ ഇവന്മാർ ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് എത്തി നോക്കാൻ പോലും പേടിയായിരിക്കും ചിലപ്പോൾ ഇവർക്ക്. കാരണം ഇത് മാഫിയ അവന്മാർ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നാമത് ഈ ഡ്രഗ്സൊക്കെ അടിച്ച് നടക്കുന്നവന്മാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പോലീസുകാർക്ക് നല്ല പേടിയുണ്ട് അങ്ങോട്ട് ഇടിച്ച് കയറാൻ. പഴയ വാറ്റ് കേന്ദ്രം പിടിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഇത്. അതുപോലത്തെ ബിസിനസ്സും അല്ല, ഇച്ചിരി കുറച്ചുകൂടെ ഇൻ്റർനാഷണൽ ലിങ്ക് വരെയുള്ള സാധനമാണ്. ഇതൊക്കെ വരുന്ന കണ്ടിട്ടില്ലേ നീഗ്രോകൾ അവിടെ നിന്ന് എന്നിട്ട് ഓരോരുത്തരെ കണ്ട് പിടിച്ചെന്ന്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ചില്ലറക്കാരും അല്ല. അതുപോലെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്നതിനിടയിൽ എനിക്കൊന്ന് പോലീസിൽ ഇപ്പോൾ എക്സൈസിലുള്ളവരെക്കാൾ കൂടുതൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഉള്ളത് ഡ്രഗ് മാഫിയയുടെ കയ്യിലായിരിക്കും. അത് പെഡ്ലേഴ്സും ഡീലേഴ്സും ഈ പറഞ്ഞ പോലെ കെമിസ്റ്റും കുക്ക് എന്നൊക്കെ പറയുന്ന ആൾക്കാരെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഡ്രൈവർമാർ, ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡ്രൈവർമാരും ഇതിന് ഇടനിലക്കാരും, ഇതിനകത്ത് കൈക്കൂലി മേടിച്ച് ഈ സാധനത്തിനെ കണ്ണടച്ച് വിടുന്ന പോലീസുകാരുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്തരവാദിത്തത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനോ പോലീസുകാരൻ്റെ എണ്ണം എടുത്താൽ ഇതിൻ്റെ 1% വരത്തുള്ളൂ. ബാക്കിയുള്ളവന്മാരെല്ലാം കറപ്റ്റഡാണ്. മനസ്സിലായോ? അവർ റിക്രൂട്ട് ചെയ്തേക്കുന്നു, അവർ പൈസ കൊടുക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് അത്രയും ചിലപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. ദാരിദ്ര്യവാസികൾ എന്നിട്ട് കിടന്നുകൊണ്ട് ഷോ കാണിക്കുക. ഈ കാണിച്ചതില്ലേ, ഇപ്പോൾ കാണിച്ചത് വരെ ഫണ്ടഡ് ബൈ ഈ സെയിം ആൾക്കാർ തന്നെ ആയിരിക്കും. ആരാന്നറിയോ? ഡ്രഗ് മാഫിയ ഫണ്ട് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ നിന്ന് കൈക്കൂലി മേടിച്ച് നടക്കുന്നവരോ വല്ലവരുടെയും ഒരു പ്ലാൻ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. അവരെന്തോ ഇതൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ടൺ കണക്കിനുള്ള പരിപാടി, ടൺ കണക്കിന് ഫണ്ടുണ്ടല്ലോ, അത് ഇന്നലെയൊക്കെ നടക്കുന്നുണ്ട്. ഇവനെ പിടിക്കുമ്പോഴും ഇവിടെ ടൺ കണക്കിന് ഫണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഈ പയ്യൻ, ഈ ഒരു ഇരയെ, അതും അവൻ അടിച്ചതിൻ്റെ പേരിൽ എന്തിനാണ് ഇത്രയും വലിയൊരു നാണക്കേട് അവനുണ്ടാക്കുന്നത്? അവനിവിടെ കിട്ടിയൊരു സാധനം മേടിച്ചതല്ലേ, ഇവൻ്റെയൊക്കെ കണ്ണു വെട്ടിച്ച് വന്ന സാധനമല്ലേ അവൻ മേടിച്ചത്. അപ്പോൾ ആരാ അതിനകത്ത് കൂടുതൽ ഉത്തരവാദി? കൊച്ചു ചെറുക്കനോ? അവൻ എന്തറിയാം? ഇനി അവൻ അറിയാമെങ്കിൽ തന്നെ എന്തെങ്കിലും ടെൻഡൻസി ഉണ്ടെങ്കിൽ അവന് സാധനം കിട്ടുന്നിടത്താണ് പ്രശ്നം ഇരിക്കുന്നത്, അല്ലാതെ അവൻ അടിക്കുന്നതിനകത്തല്ല. ഇത്രയും വലിയ കാശ് മുടക്കി ഈ സമൂഹം മുഴുവനും ഫണ്ട് ചെയ്തിട്ട് ഇതിനെ തടയണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ യുദ്ധം നടത്തിയിട്ട് ഇത്രയും ഓഫീസർമാർ രാപ്പകലില്ലാതെ പണിയെടുത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഈ ചെക്കൻ്റെ ഈ കുച്ചെറുക്കൻ്റെ സാധനം കിട്ടിയിട്ട് അവൻ വലിച്ചെന്ന് നാണം കൊണ്ടടാ ഇതൊക്കെ പറഞ്ഞു നടക്കാം. ഉളുപ്പില്ലാത്തവന്മാരെ നാണക്കേടായത്. ഇത് കണ്ടാലറിയാം ഈ സംഭവം ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ്. ഈ മീഡിയക്കാർ ഇങ്ങനെ ഈ പയ്യൻ്റെ ഫോട്ടോ ഇട്ട് കളിക്കുന്നത് ശരിയല്ല. അവൻ്റെ ഭാവി നശിപ്പിച്ചിട്ട് എന്ത് കിട്ടാൻ? കഞ്ചവടിച്ചെന്ന് ഒരുത്തൻ്റെ ഭാവി നശിക്കത്തൊന്നുമില്ല. ഇതൊക്കെ അറിയാവുന്നവരെ ഇവിടെ ഉള്ളവരൊക്കെ ആരുടെ ഭാവിയാണ് നശിച്ചേക്കുന്നത്. പിന്നെ ചിലർക്കുണ്ട് സൈക്കാട്രിക് പ്രശ്നമുള്ളവർക്ക് ചിലപ്പോൾ കഞ്ചാവെന്നല്ല കള്ളു കുടിച്ചാലും ചായ കുടിച്ചാലും ചിലപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്.
അല്ല ജീവിതം തകർക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ കഞ്ചാവ് അടിച്ചവരെല്ലാം ജീവിതം നശിച്ചോ? അല്ല കഞ്ചാവ് അടിക്കാത്തവരെല്ലാവരും അങ്ങ് ഭയങ്കര ഉന്നത നിലയിൽ എത്തിയോ? ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ. ഇവർ പറയുന്നതൊക്കെ കള്ളത്തരങ്ങളാണ് പലതും. ഈ ഓരോ സാധനങ്ങളെ പറ്റിയുള്ള ഇവരുടെ പഠനങ്ങൾ മറ്റേതാണ് മറിച്ചാണ്. ഈ കഞ്ചാവൊക്കെ ഇല്ലീഗലാക്കിയിട്ട് തന്നെയാണ് 50 വർഷമായിട്ടുള്ളതെന്ന്. 50 പോലും ആയിട്ടില്ല. 50 കാണും. 50 ഇല്ല, 40 45 വല്ല ആയി കാണത്തുള്ളൂ. അതുവരെ കഞ്ചാവൊക്കെ ഇവിടെ ഒരു ഇല്ലീഗൽ വസ്തു അല്ല. അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണോ അതിൻ്റെ പൊളിറ്റിക്സ് എന്നോ അജണ്ടയെന്നോ ഒന്നും നമുക്കറിയത്തില്ല. മനസ്സിലായി? ഇപ്പോൾ പട്ടച്ചാരയം പെട്ടെന്നൊരു ദിവസം ഇതാക്കുന്നു, വിഷമദ്യം ഇറങ്ങുന്നു, പെട്ടെന്ന് ചാരായം നിരോധിക്കുന്നു, പിന്നെ വിദേശ മദ്യങ്ങളുടെ ഒരു പ്രത്യേക പരിപാടികൾ നടക്കുന്നു, വിദേശ മദ്യം അടിച്ചോണം എല്ലാവരും, ഓക്കെ നല്ല പൈസ ഉണ്ടാക്കുന്നു ഒരു മാഫിയ ഗവൺമെൻറ് എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഇപ്പോൾ കഞ്ചാവ് ഇല്ലീഗലാക്കി, പിന്നെ അത് ഇല്ലീഗലായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ ലീഗലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് വരും. മാത്രമല്ല അതിന് ഉത്തരവാദിത്വം കൂടും. അങ്ങനെ വരുമ്പോൾ ഇതിനകത്തെല്ലാം മൊത്തത്തിലൊന്ന് കലക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ണിപ്പൊടിയിടുന്നൊരു സാധനം കിടപ്പുണ്ടെന്നുള്ളതല്ലാതെ ഇത്രയും വികസിത രാജ്യങ്ങളിൽ, ഇതിനേക്കാൾ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളിൽ, ഇപ്പോഴും ഡെവലപ്പിംഗ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ ഇല്ലാത്തൊരു പ്രത്യേക കുഴപ്പം ഈ കഞ്ചാവിന് എങ്ങനെ കേരളത്തിലുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിലോട്ട് പോയി നോക്ക്, അവിടെ നിന്ന് ഇത് വലിയ സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ പഞ്ചാബിൽ ചെന്നാൽ അറിയാം, ആറ്റ് തീരത്തുനിന്ന് പിള്ളേർ പറിച്ചടിക്കുന്ന ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ. അല്ല അവരവിടുത്തെ വീഡിയോ എടുത്ത് നോക്കും നിങ്ങൾ. ഈ കുളുമനാലി പോയിട്ടുള്ളവർക്കെല്ലാം അറിയാമല്ലോ, അവിടെയൊക്കെ വെറുതെ വളരെ ഒരു സംഭവമല്ലേ ഇത്. അവിടെ ആർക്കെങ്കിലും വലിച്ച് കീറിയെടുത്തിട്ട് ഉരുട്ടി പുരട്ടി വലിക്കുകയോ എന്തെങ്കിലും ചെയ്യരുതോ? ആർക്കാ പ്രശ്നം? പിന്നെ ഈ പറഞ്ഞ പോലെ പല ഗ്രാമങ്ങളിലും ഇതൊന്നും വലിയ സീനല്ലെന്നേ. ആൾക്കാർ സ്ഥിരം അടിച്ചുകൊണ്ടിരിക്കുക. നേപ്പാൾ മൊത്തം ഇതാ, ആൾക്കാർ ചുമ്മാ വലിക്കുന്നൊരു സാധനം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് വട്ടന്മാരാവുന്നുണ്ട്. ഇപ്പോൾ അടിച്ചാലും അടിച്ചില്ലെങ്കിലും സൈക്കാട്രിക് കംപ്ലയിൻ്റ് ഉള്ളവർക്ക് സൈക്കാട്രിക് കംപ്ലയിൻ്റ് ഉള്ളവർ തന്നെയാണ്. ഇപ്പോൾ ജോളി എന്ന് പറഞ്ഞ സീരിയൽ കില്ലർ കഞ്ചാവ് അടിച്ചിട്ടൊന്നും അല്ലല്ലോ ഇതൊന്നും ചെയ്തത്. പിന്നെ കഞ്ചാവ് അടിച്ചപ്പോൾ പലതും സംഭവിച്ചിട്ടുമുണ്ട്. കള്ളു കുടിച്ചപ്പോൾ അതിൽ കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സിഗരറ്റ് വലിച്ചിട്ട് ഇത്രയും പേർക്ക് ക്യാൻസർ ആയെന്നും പറഞ്ഞുകൊണ്ട് സിഗരറ്റിൻ്റെ കവറെ മൊത്തം ക്യാൻസർ എന്ന് പറഞ്ഞ് ഒട്ടിച്ച് വിടുന്നുണ്ടല്ലോ. അതിൽ കൂടുതൽ ഡേഞ്ചറായിട്ട് ഡയബറ്റിക്സ് കളിക്കുന്നു, ഹൈപ്പർ ടെൻഷൻ കളിക്കുന്നു, ഹാർട്ട് ഡിസീസ് നടക്കുന്നു, ക്യാൻസർ നടക്കുന്നു. ഈ ഇത്രയും മലിനമായിട്ടുള്ള ജലം, ഇത്രയും പൊള്യൂട്ടഡ് ആയിട്ടുള്ള എയർ, അതുപോലെ തന്നെ പച്ചക്കറിയിലൊക്കെ വിഷാംശം, ഈ പറഞ്ഞ കറി പൗഡറിലെല്ലാം മായം, പിന്നെ മരുന്ന് മാഫിയ, മറ്റേ മാഫിയ, അവയവ മാഫിയ, ഇതിനിടെ പെൺവാണിഭം, വാണിഭം വിട്ടേക്ക് പീഡനം, ഇതെല്ലാം നടക്കുന്നതിനിടയിൽ ഒരുത്തരം പൊക്കിക്കൊണ്ട് വന്നേക്കുന്നേ കാണുന്നു. നാണം ഉണ്ടോടെ നിനക്കൊക്കെ? ഒരു കൊച്ചു ചെറുക്കനെ പിടിച്ചിട്ടായി കിടന്ന് കളിക്കുന്ന ഇവന്മാർ അമേദ്യമ പ്രവർത്തകർ മാധ്യമധർമ്മമായി നടന്നേക്കുന്നത്. നല്ല ഒന്നുമല്ല. അല്ലാതെ ആ പയ്യനെ വിളിച്ചുകൊണ്ട് ഇത്രയും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ. അവനെ ഇപ്പോൾ എല്ലാവരോടും എന്തൊക്കെയൊക്കെ കാണിക്കുന്നതെന്ന് ആർക്കറിയാം? എൻ്റെ അമ്മയാണ്ട് രാഷ്ട്രീയ പ്രവർത്തകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം ഇതൊക്കെയാണോ നിങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുന്നത്? ഒരു നാണം വേണ്ട നിനക്കൊക്കെ? ഇങ്ങനെയാണോ കഞ്ഞി കുടിക്കുന്നത്? ഇതെന്തൊരു കഞ്ഞി കുടിയാടേ ഇത്? ചേട്ടാ ഇതിലും ഭേദം കക്കാൻ പോകുന്നതാണ്. കട്ടപ്പാരയെടുത്ത് കക്കാൻ പോകുന്നതല്ലടാ ഇതിലുമൊക്കെ ഭേദം. ഒരു കൊച്ചു ചെറുക്കനെ പിടിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യണ്ടേ? എടാ അമേരിക്കയിൽ മറ്റേ തോക്കും കൊണ്ട് സ്കൂളിൽ ചെന്ന് വെടിവെച്ച് പോകുന്ന ചെറുക്കൻ്റെ ഫോട്ടോ കണ്ടിട്ടില്ല ആരും? മനസ്സിലായോ? അങ്ങനത്തെ തെണ്ടിത്തരം അവർ ചെയ്യത്തില്ല. ഇവിടെ ഉള്ളവന് കണ്ടില്ലേ കാണിക്കുന്ന തെണ്ടികൾ? അതുകൊണ്ട് വലിയ സംഭവം ചെയ്തതല്ല. ഈ കഞ്ചാവ് അത്ര വലിയ സംഭവം അല്ലാത്തത് കൊണ്ടാണ് കൊള്ളാവുന്ന രാജ്യങ്ങൾ ഇത് ലീഗലായിട്ട് യൂസ് ചെയ്യാൻ അവരെ അനുവദിക്കുന്ന പോലും. മനസ്സിലായോ? ഇവിടെ ഇതിനുള്ള സെറ്റപ്പ് ഇല്ല. അല്ലെ ഇവിടെ ഉള്ളവന്മാർ കണ്ണിപ്പൊടി ഇടുന്നവന്മാരായതുകൊണ്ട് ആ കണ്ണിപ്പൊടി ഇട്ട് നടക്കുന്നത് കൊണ്ടാണ് ഈ സാധനമൊക്കെ ഇല്ലീഗലായിട്ട് ഇട്ടിരിക്കുന്നത്. അല്ലാതെ ഇതൊന്നും വലിയ സംഭവം ആയതുകൊണ്ടല്ല. അല്ല ഇവിടെ കഞ്ചാവ് അടിച്ചിട്ടുള്ളവരോട് ചോദിക്കും എല്ലാവരും അങ്ങ് അടിച്ചങ്ങ് മരിക്കുവാണോ എന്ന്. അല്ലെ ഒരു റിസർച്ച് അങ്ങ് നടത്തുന്നൂടെ? ഇവിടെ അടിക്കുന്നവരെന്ത് കഞ്ചാവാണ് വലിക്കുന്നത്? ഏതാണ്ട് പന്ന സാധനമൊക്കെ ഏതൊക്കെയോ മാഫികൾ എന്തൊക്കെയോ കൊണ്ട് കൊടുക്കുന്നു. പാവം തലമുറ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഉത്തരവാദിത്തം ഇല്ല, അതിനകത്തൊന്നും ചെയ്യാനും ഇല്ല. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയുള്ളവരെ പിടിച്ചെന്ന്. ഇങ്ങനെയുള്ളവരെ അല്ല പിടിക്കണ്ടേ. നിങ്ങൾ ഈ ലോഡ് കണക്കിന് ടൺ കണക്കിന് ഫണ്ട് പിടിക്കുക. അല്ലാതെ എവിടെയെങ്കിലും ഒരു പാർട്ടി കാണുന്നു, അവിടെ 4 പിള്ളേർ ഓടിയിരുന്ന് അടിച്ചെന്ന് അവരെ പിടിക്കാൻ ഭയങ്കര മിടുക്കന്മാരാണ്. ഇതാണ് മിടുക്ക. അതൊക്കെ ആർക്ക് വേണേൽ ചെയ്യാമെന്ന് അറിയില്ല. അതൊന്നും വലിയ കടുത്തൊന്നും എടുക്കാമെന്ന് വിചാരിക്കണ്ട. അതൊക്കെ ഏത് പൊട്ടം വേണേലും ചെയ്യാം. എന്നിട്ട് അവരെ പിടിച്ചിട്ട് വലിയ സംഭവമാണ്. ഞങ്ങൾ ഭയങ്കര സംഭവമാണ്. ഞങ്ങൾ കണ്ട 4 കിലോ കഞ്ചാവ്, 10 കിലോ കഞ്ചാവ്, 50 കിലോ കഞ്ചാവ്, 1 കിലോ MDMA. ഇതാണോ കേരളം? ഇതാണോ ഇന്ത്യ? എടാ ബോർഡർ കടന്നു വരെ സാധനം വരുന്നെന്ന്. ഇവിടെ ഇത്ര സ്വർണം വന്നു, ആരും അറിഞ്ഞില്ല. മലദ്വാർ ഗോൾഡ് എന്ന് പറഞ്ഞ് കോമഡി കളിക്കുക. ഇതെല്ലാം നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഒരു വലിയ കണ്ടെത്തലാണ് ഇന്നത്തെ. ഇന്നലെ മിനിഞ്ഞാന്നെങ്ങാണ്ടുണ്ടായ സംഭവം ഇത്. പിന്നെ ഈ ചെറുക്കനോട് പറയാനുള്ളത്, നീ ഇതിനകത്ത് ഡെസ്പാവേണ്ട കാര്യമൊന്നുമില്ല. ഇത് നശിച്ച നാടായതുകൊണ്ട് നിനക്ക് പറ്റിയതാണ്. ഇവിടെ ഇല്ലീഗലായതുകൊണ്ട് പറ്റിയെന്നേ ഉള്ളൂ. ഇല്ലീഗൽ ആക്കി വെച്ചേക്കുന്നതിൻ്റെ കാരണം അന്വേഷിച്ചാൽ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരാവശ്യമില്ലാത്തൊരു പരിപാടിയാണ് അത്. മനസ്സിലാകുന്നുണ്ടോ? കൊള്ളാവുന്ന രാജ്യത്ത് പോയി നീ ഇത് വലിച്ചിരുന്നേ നിനക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല. അത്രേ ഉള്ളത്. അല്ല അതിനപ്പുറത്തോട്ട് വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വലിയ സംഭവമായിട്ട് കരുതരുത്.
മനസ്സിലായില്ലേ? കഞ്ചാവ് അടിച്ചെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് വലിയ ആനയാണെന്ന് വിചാരിക്കരുത്. കഞ്ചാവൊക്കെ ഈ പറഞ്ഞ പോലെ കൊള്ളാവുന്ന രാജ്യങ്ങളിൽ ആൾക്കാർ വെറുതെ വലിക്കാത്ത സാധനമാണ്. അതൊക്കെ വല്ലപ്പോഴും ആൾക്കാർ വലിക്കും, റിക്രിയേഷൻ ആക്ടിവിറ്റി അങ്ങനെ അങ്ങനെ പോവും. ചിലപ്പോൾ ഒരു വല്ലയിടത്തും പാർട്ടിയോ വല്ലതൊക്കെ ഉണ്ടോ രണ്ടോ അവരങ്ങനെ പാർട്ടി ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇൻസ്റ്റയിലൊക്കെ കാണിച്ച് നോക്ക്, വീഡ് പാർട്ടീസ് എന്നൊക്കെ പറഞ്ഞ് അത്രയൊക്കെ ഉള്ളത്. അല്ല ഇത് വലിയ ആന സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ചിലപ്പോൾ ഈ നാട്ടിൽ ഇരുന്നാൽ ശരിയാകട്ടെ, ഇവിടെ ഇരുന്നാൽ ചിലപ്പോൾ ഇത് വലിയ ആനയാണെന്നൊക്കെ തോന്നുന്നു. എലിയെ തല്ലി കൊന്നിട്ട് വലിയ ഡിനോസറിനെ കൊന്ന പോലത്തെ എഫക്റ്റ് കൊടുക്കാൻ നോക്കിയാൽ നടക്കൂടെ? എനിക്ക് തോന്നുന്നില്ല. യൂറോപ്പിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, കാനഡയിൽ എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവരതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതിനകത്തുള്ള ഈ പറഞ്ഞ പോലെ ഇവർ പല മിക്സ് ചെയ്തിട്ട് ഈ ഡ്രഗ്സിനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്ന തരം പല കെമിക്കൽസും ആഡ് ചെയ്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഏറ്റവും എനിക്ക് എലിവേഷമൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്. അജിനോമോട്ടോ ആണെന്ന് പറയുന്നു MDMAക്കകത്ത്. ഈ കഴിഞ്ഞിടയ്ക്ക് എങ്ങാണ്ട് ഇവിടെ എന്തോ മൈലാഞ്ചിയാണെന്നോ കഞ്ചാവാണെന്നോ മൈലാഞ്ചി എന്നൊക്കെ ചെയ്തവരുണ്ട്. ഓയിലിൻ്റെ കാലഘട്ടമുണ്ട്, അന്ന് ഷൂ പോളിഷ് വന്നു. ഇതെല്ലാം കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കാര്യം ശരിയാണോ നിങ്ങൾ ആലോചിക്കുക? അതിന് മുന്നേ ഗ്രീസ് ഹാഷ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഇത് മാർക്കറ്റിൽ ഓടിയ സാധനത്തിനകത്ത് ഹാഷ് എന്നും പറഞ്ഞാൽ ഗ്രീസ് വലിക്കുന്നു. ഇതെല്ലാം ഇവിടെ നടന്നിട്ടുള്ള കാര്യമല്ലേ? ഇതെല്ലാം വന്നു പോയതാ. ഇപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല, ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഡ്രഗ്സ് എന്തൊക്കെയാണെന്നൊന്നും ഒരു പിടിയില്ല. പക്ഷേ എങ്കിൽ പോലും ഇതെല്ലാം ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇതിനിടയിൽ നിന്നുകൊണ്ട് ആരൊരുത്തിനെ അടിച്ച് ഒരുത്തിൻ്റെ ഒരു സാധനം കിട്ടി. അയ്യോ കേരളം ഇതിൽ കൂടുതൽ വലിയൊരു മഹത്തായ സംഭവം വിറ്റ്നസ് ചെയ്യാനില്ല. പല പ്രാവശ്യമായിട്ട് ഞാനിത് പറയുന്നുണ്ട്. ഈ ഡ്രഗ് ലോഡിനെ പിടിക്കുക, ഡ്രഗ് ലോഡിനെ കണ്ടെത്ത്, കോടികളുടെ ബിസിനസ് നടത്തുന്നതിനെ പിടിക്കുക. അല്ല ഒന്ന് തടയാനെങ്കിലും പറ്റുമോ നോക്ക്. നടക്കത്തിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇവന്മാർ ഭയങ്കര പവർഫുള്ളാണ്. ആരായാലും അവരാരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരെ പിടിക്കാൻ ചെന്നാൽ പിടിക്കുന്നവൻ്റെ അടപ്പ് തെറിക്കും. ഏതെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന, ഉത്തരവാദിത്തത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ശവം കണ്ടു കാണും, നേരം കൊണ്ട് കൊന്നു കളഞ്ഞ് കാണും. ചിലപ്പോൾ ഇതിനകത്ത് കൈക്കൂലി മേടിച്ചിട്ടും ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള സ്വാധീനങ്ങൾക്കും വഴങ്ങി നിൽക്കുന്നവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഒരിക്കലും ആത്മാർത്ഥമായിട്ടൊരു പോലീസുകാരന് ഈ ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നാട്ടിൽ. കാരണം ഇക്കയൊക്കെ വിളിച്ച് പറയുമ്പോൾ ജോലി ചെയ്യുന്നവരൊക്കെ ഉള്ളൂ ഇവിടെ. അല്ലാതെ ഇവർക്ക് എന്തോന്ന് കൂടുതലെണ്ണം ഇങ്ങനത്തെയാണ്. കറപ്റ്റഡ് ആയിട്ടുള്ള പോലീസുകാരും കറപ്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസും കാരണം നശിക്കുന്ന ഒരു സിസ്റ്റമായത് നാടായത്. ഇവിടെ പല സംവിധാനവും ഉണ്ട് അല്ലേ, പലതും കാണിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തും കണ്ട് കഴിഞ്ഞ ദിവസം കണ്ട് അടിച്ചവരെ തുപ്പുമ്പോൾ പിടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കുറേ മെഷീൻ ഇറക്കിയേക്കുന്നു. എന്തിനാണ് ഈ മെഷീൻ ഇറക്കിയത്? അതിൻ്റെ ആ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇത് കയറി വരുന്ന ബോർഡർ അങ്ങ് ക്ലോസ് ചെയ്യാം. പിന്നെ നിർബന്ധമായിട്ട് അവിടെ ചെന്ന് വേറെ വല്ല മെഷീൻ കണ്ടുപിടിക്കും ഇതിനകത്ത് ഇരിക്കുന്നത് കണ്ടുപിടിക്കാൻ. ഇതകത്ത് കയറിക്കഴിഞ്ഞ് ഇതാണെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ അവനെ പൊക്കിയിട്ട് അവൻ്റെ നിന്ന് കാശടിക്കാനായിട്ട് പെറ്റിയടിപ്പിച്ച് അവൻ്റെ പോക്കറ്റ് അടിക്കാനുള്ള ഇപ്പം മെഷീൻ കണ്ടുപിടിക്കുന്നതിനകത്ത് വലിയ കഴിവൊന്നും വേണ്ട. അത് വലിയ വലിയ ആന കാര്യമായിട്ട് വെക്കണ്ട. അതിന് മുമ്പ് ഇതിവിടെ കിട്ടായിരുന്നാൽ അടി നിന്ന് കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പിള്ളേരുടെ ഭാവി നശിക്കുമോ, ശരീരം നശിക്കുമോ? ആ അടി അങ്ങ് നിർത്തിക്ക്, അതിനെ സാധനം ഇവിടെ കിട്ടാതാക്ക്. അത് പറ്റത്തില്ല, അതൊന്നും പറ്റത്തില്ല. പക്ഷെ ഇവിടെ വേറെ മെഷീൻ കണ്ടുപിടിച്ചേക്കാം, അടിക്കുന്നവരെ പിടിച്ചിട്ട് അവൻ്റെ പോക്കറ്റ് അടിക്കാൻ. മിടുക്കൻ. ഏത് ശാസ്ത്രജ്ഞനാണോ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്? ഇനി ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചാൽ തന്നെ അതും പൊക്കിയെടുത്തോണ്ട് ഇവിടുത്തെ മറ്റൊരു വരാവോ? ഇത്രയും സാധനം ഒഴുകുന്നെടുത്ത് എവിടെയാണ് ഡ്രഗ്സ് ഇല്ലാത്ത? സ്കൂളിൽ കിട്ടിയെന്ന് എന്നിട്ടിരുന്ന് കളിക്കുക. ഇങ്ങനെയാണോ ഇത് കൺട്രോൾ ചെയ്യേണ്ടത്? പക്ഷേ ഞാൻ വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. ഇപ്പം എന്നെ പിടിച്ച് മുഖ്യമന്ത്രി ആക്കിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റാത്തൊരു ഏരിയ ആയിരിക്കും. കാരണം അത്രയ്ക്കും പവർഫുള്ളാണ്. മെയിൻ പ്രശ്നം ഓവർ പോപ്പുലേഷനാണ്. മനസ്സിലായി? ഇവർ എന്ത് ചെയ്താലും തടയാൻ പറ്റത്തില്ല. പിന്നെ ബോധവൽക്കരണം പോസിബിളാണ്. ഒറ്റ വഴിയേ ഉള്ളൂ, ഡ്രഗ് എഡ്യൂക്കേഷൻ. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഊളത്തരം കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡ്രഗ് എഡ്യൂക്കേഷൻ സ്കൂൾ തൊട്ട് പിള്ളേർക്ക് കൊടുക്കുക. ഇനി അഥവാ അടിച്ചാലും അടിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഷുവറായി. ഇത് അടിക്കരുതെന്ന് പറയുമ്പോൾ ഒരു അടിക്കാനുള്ള ടെൻഡൻസിയും കൂടും. ഇനി അടിച്ചാൽ എന്താണ് ഇതിനകത്ത് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്ന് വെച്ചാൽ ക്വാളിറ്റി. കഞ്ചാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, കാണിച്ചൊക്കെ കൊടുക്കണം, മണപ്പിച്ചൊക്കെ കേൾപ്പിക്കണം, ഇതൊക്കെയാണ് മണം. ഇനി അഥവാ അടിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ സെറ്റപ്പ്, നിനക്ക് ഡോക്ടറെ കാണണോ, സ്വാതന്ത്ര്യമായിട്ട് ഫ്രീ ആയിട്ട് പോയി കാണണം, ഈ സാധനം ടെസ്റ്റ് ചെയ്യണം, ഒരു ലാബ് ഉണ്ടാക്കി കൊടുക്കുക, അതെങ്കിലും ചെയ്യും. ഇപ്പോൾ കാനഡയിലൊക്കെ ലാബിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വല്ല അഡൾട്രേഷൻ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്തിട്ട് കൊടുക്കും. MDMA ആണെങ്കിലും കഞ്ചാവാണെങ്കിലും അതിനകത്ത് വല്ല മിക്സ് ഉണ്ടോ എന്നറിയാൻ. ഇവിടെ എന്തോ മിക്സ് ചെയ്തേക്കുന്നതെന്ന് അറിയത്തില്ല. ഈ ഓയിലും ഷൂ പോളിഷും മറ്റേ എന്തോ മൈലാഞ്ചിയും ഈ പറഞ്ഞ എന്തോ പറയണ്ടേ അജീനോമോട്ടോയും ഏണ്ടൊക്കെ വലിച്ച് കയറ്റുമോ പിള്ളേർ. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എന്താണ് ഇവന്മാരടിക്കും. എന്നാൽ പിന്നെ ഇവർക്ക് ആ ഒരു ഫെസിലിറ്റി ഇങ്ങനെ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അഥവാ അടിച്ചു കഴിഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതൊരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാനുള്ളൊരു അത്രയും ഫ്രീഡം വേണം.
അല്ലാതെ ഇത് നടക്കത്തില്ല. അങ്ങനെ ചെയ്താൽ ഈ പറഞ്ഞ പോലത്തെ അടിയുടെ ഇത് കുറയും. അപ്പോൾ ഇവന്മാർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റവന്മാർക്ക് കാശ് കുറയും. ഇവനൊക്കെയാണല്ലോ തീറ്റിപ്പോറ്റുന്നത് മറ്റവനെ. ഇവർ പരസ്പരം തീറ്റിപ്പോറ്റുന്നവരാ, മനസ്സിലായോ? അല്ലാതെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താണ്ടല്ലോ ചിലപ്പോൾ ഇതിന് പകുതിയോ ഉണ്ടാകത്തുള്ളൂ. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുടെ എണ്ണം പലരും അഡിക്റ്റ് ആകത്തില്ല പലതിനും. ഇപ്പോൾ കഞ്ചാവിനൊന്നും അങ്ങനെ വലിയ അഡിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഭയങ്കര സാധ്യത കുറവാണ് എല്ലാവർക്കും ഒന്നും. ചിലർക്കുണ്ടാകും, ചിലർക്ക് ഉണ്ടാകത്തേ ഇല്ല. അഡിക്ഷൻ ഉണ്ടാക്കത്തില്ലത്. എനിക്കുണ്ടായിട്ടില്ല, ഞാൻ വലിച്ചിട്ടുണ്ട്, എനിക്ക് ഒരു പഴവും തോന്നിയിട്ടില്ല. അങ്ങനെ അഡിക്റ്റ് ആവാൻ ഇതിനകത്ത് എന്തോ ഇരിക്കുന്നത് ഒന്നുമില്ല. എനിക്ക് വേണേൽ 1 കിലോ കഞ്ചാവ് ഇങ്ങോട്ട് എടുത്തതാണ്, ഭയങ്കര കഞ്ചാവാന്ന് കൊണ്ട് എന്നാൽ അവിടെ ഇരിക്കുക, അത് അത്രയേ ഉള്ളൂ. എനിക്കിത് അടിക്കാൻ പറ്റത്തില്ല, എനിക്ക് അടിക്കണ്ട, തീർന്നില്ലേ. ഞാൻ അടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അഡിക്ഷൻ ഉണ്ടായിട്ടില്ല. ഞാനിതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈ MDMA എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തുവാ, ആരിതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ തലയ്ക്ക് വെളിവില്ലാത്തവരാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ല ഇതിനകത്ത് ഇത്ര വലിയ കാര്യം, കള്ള് എന്തിനും ഇതെല്ലാം കൂടെ കുടിക്കുന്നത് വല്ലപ്പോഴും വർഷത്തിൽ ഒരു 2 ആഴ്ചയൊക്കെ കാണിക്കേണ്ട ഒരു പരിപാടി ഡെയിലി ഉപയോഗിക്കാൻ ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാൻ അറിയണം. ഒന്നാമത്തെ കാര്യം ഇതെന്താണെന്നറിയണം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. MDMA അടിക്കുന്നവന് എന്തെങ്കിലും അറിയാമോ? ഇതെന്തോ സാധനമൊന്നുമല്ല, ഐഡിയ ഉണ്ടോ? ഇതടിച്ചാൽ നിനക്ക് ഏത് തരത്തിലുള്ള നെർവ്സ് കംപ്ലയിൻ്റ് ആണ്, അല്ലെങ്കിൽ ബ്രെയിനിന് എങ്ങനത്തെ ഡാമേജ് ആണെന്ന് ഏതെങ്കിലും ഒരു MDMA അടിക്കാൻ അറിഞ്ഞിട്ടാണ് ഇവനിത് അടിക്കുന്നത്. ഇപ്പോൾ കഞ്ചാവ് അടിക്കുന്നതിന് വല്ല ഐഡിയ ഉണ്ടോ ഇതെന്തോ അടിച്ചതെന്ന്? കഞ്ചാവ് അടിച്ചാൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് ആർക്കറിയാം? അല്ലെങ്കിൽ എത്രത്തോളം അടിക്കാൻ പറ്റും? ഒരാൾക്ക് പറ്റുന്ന കപ്പാസിറ്റി, അതിനെപ്പറ്റിക്ക് ഒരു നോളജ് വേണം. അങ്ങനെ ഒരു നോളജ് ഉള്ള ഒരാൾക്കാരാണെങ്കിൽ ഞാൻ പറയാം, ഇതിനെപ്പറ്റി അറിവുണ്ടായി കഴിഞ്ഞാൽ ഒരു ഈ അടിക്കാരുടെ ഇടയിൽ നിന്ന് ഒരു 70% ആൾക്കാർക്കും വലിയ കുഴപ്പമില്ല. അത് അവർക്ക് അടിക്കാനും പറ്റണം, എന്നാൽ അടിച്ചടിമയായിരിക്കാനും പറ്റും. പക്ഷേ ഇതല്ല, കറപ്റ്റഡ് ആയതുകൊണ്ടും ഇതിനെപ്പറ്റി യാതൊരു ധാരണ ആൾക്കാർക്ക് ഇല്ലാത്തതുകൊണ്ടും പലരും അറിവില്ലാതെയൊക്കെ പോയി പെട്ടിട്ട് ജീവിതം തകർന്നു പോകുന്ന ഒരു നാടായത്. ഇതിനെ അങ്ങനെ കാണാതിരിക്കാൻ ഇതുവരെ ഇവർക്ക് മനസ്സിലായില്ലെന്നേ. കൊല്ലം കുറേ ആയിട്ട് അടിക്കരുത്. ആരടിക്കായിരുന്നു? സ്കൂൾ പിള്ളേർ വരെ അടിക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ പണ്ടത്ര ഇല്ലയെന്ന് മനസ്സിലായോ? ഈ അടിക്കരുത് പറയുന്നതിന് മുമ്പ് ഇതില്ലാന്ന്, ഇല്ലീഗലാക്കുന്നതിന് മുമ്പ് സ്കൂൾ പിള്ളേരൊന്നും അടിക്കുന്നില്ല എന്ന്. അവരെ കുറച്ച് പേര് അടിച്ചുകൊണ്ടിരുന്ന സാധനം ഇല്ലീഗലാക്കി കഴിഞ്ഞപ്പോഴത്തേനും മാർക്കറ്റിങ്ങും കൂടി. ഇത് സ്കൂളിൽ വരെ എത്താൻ തുടങ്ങി. ലീഗലായിട്ട് ഇത് അയച്ചു വിട്ടിരുന്ന ഇത് സ്കൂളിൽ കിട്ടത്തില്ല. അതിനു വേണ്ടി പൈസക്ക് ആർക്കായതുകൊണ്ട് നേട്ടം? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിന് വലിയ വിലയില്ലെന്ന് വിചാരിക്കുക. ഇത് കച്ചവടം ചെയ്യാനൊന്നും ആരും വരത്തില്ല. വേണം വീട്ടിലൊക്കെ വളർത്തിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ പിള്ളേർ അടിക്കത്തില്ല, അവർക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല. പിന്നെ ഈ അടിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആ ടെൻഡൻസി കുറഞ്ഞിരിക്കും. പിന്നെ ഇവരെ അഡിക്റ്റ് ആക്കിയിട്ട് ആർക്കും ഒന്നും നേട്ടമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് തന്നെ കുറയും. ആവശ്യമുള്ളവരൊക്കെ ഉപയോഗിച്ചോട്ടെന്നേ. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് കണ്ടു നിൽക്കുന്നവർക്കോ അടിക്കുന്നവനോ തോന്നിയാൽ അയാളെ ഒന്ന് മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ ഉള്ള സംവിധാനമാണ് വേണ്ടത്. ഞാൻ ഉറപ്പ് പറയാം, 70% ഇതിൻ്റെ കച്ചവടവും കുറയും, അത്രയും ആൾക്കാരുടെ അഡിക്ഷൻ ഉണ്ടാകാതിരിക്കും. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും. മദ്യപാനത്തിൻ്റെ കാര്യത്തിലും മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ബോധവൽക്കരണമോ അവബോധം ഒക്കെ വേണം ആളുകൾക്ക്. ഇതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം, അല്ലാതെ ഇത് നടക്കത്തില്ല. കാരണം ഇവിടെയുള്ള ഒറ്റൊരുത്തിനും ഒന്നും അറിയത്തില്ല. ഒന്നും അറിയത്തില്ലെന്നേ. എന്താ ഇതൊന്നും പോലും അറിയാം, എന്തിനാ ഇത് അടിക്കുന്ന പോലും അറിയത്തില്ല. എന്തിനടിക്കുന്നതെന്ന് വെയിലത്ത് വേണ്ടി ഉണക്കാനോ? അയ്യേ, ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും ഉണ്ട്, ഒരു ചൂടും എടുത്ത് വെള്ളം പോലും കുടിക്കാനില്ല, ആഹാരവും കഴിക്കത്തില്ല, ഇരുന്നടിക്കുക. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കട്ടാകുക, വെളിവില്ലാതാകുക, എന്തോ സംഭവിച്ചെന്ന് ഇറങ്ങി ഓടുക, തലയും കുത്തിമറിക്കുക, വണ്ടി ഇടിച്ച് മരിക്കുക. ഇതൊക്കെയാണോ ഒരു സമൂഹം? ഇതിനാണോ ഈ കിടന്ന് പയ്യനെ പിടിച്ചത്? ഇതൊക്കെ അറിഞ്ഞിട്ടാണ്, ഇതിൻ്റെ എല്ലാം അറിയാം ഇവർക്കൊക്കെ എന്നൊക്കെ കൂടുതൽ അറിയത്തില്ലേ ഇതിനെപ്പറ്റി? ഇത്ര ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയുണ്ട്, ഇതിനൊക്കെ കൂടുതൽ അറിയാമല്ലോ ഇവർക്ക്. എന്തെല്ലാം ആക്സിഡൻസിനകത്ത് ഡ്രഗ്സിൻ്റെ പങ്കെന്തെന്നറിയാം. ഓരോ പീഡനങ്ങൾക്കകത്ത്, കൊലപാതകത്തിനകത്ത്, ഈ പറഞ്ഞ മോഷണത്തിനകത്ത് എല്ലാം ഡ്രഗ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്തോരം ഉണ്ടെന്ന് വരെ അറിയാവുന്നവരല്ലേ ഇവരൊക്കെ. എന്നിട്ടാണ് ഈ പയ്യനെ പിടിച്ചപ്പോൾ ഇത്രയും വലിയ സീൻ കാണിച്ചത്. ആ കൊച്ചു ചെറുക്കനെ പിടിച്ച് ഇത്രയും ചെയ്യേണ്ട എന്താവശ്യം ഉണ്ടായത്? അവൻ എന്തെങ്കിലും ക്രൈം സീൻസിനകത്തുണ്ടോ? അല്ല അവൻ എന്തെങ്കിലും ഇങ്ങനത്തെ ആക്ടിവിറ്റീസും എല്ലാം ചെയ്തത് കൊണ്ടാണോ അവന് ഇപ്പോൾ ഇവൻ്റെ പടം പത്രത്തെ വന്നത്? ഓക്കെ, ഉപയോഗിച്ചെന്നുള്ള കാര്യം ശരിയാണ്. ഉപയോഗിക്കുന്നവരെല്ലാം ക്രിമിനൽസ് ഒന്നും അല്ല. കഞ്ചാവ് അടിക്കുന്നവൻ ക്രിമിനലാണെന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ പറഞ്ഞ ഈ രാജ്യത്ത് കണ്ടിട്ടുണ്ടോ? കഞ്ചാവ് അടിക്കുന്ന ക്രൈമാണെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. അടിച്ചിട്ട് ആളെ കിട്ടിയാൽ പിറ്റി അടിച്ച് വിടുന്ന പരിപാടിയാണ്. അത് ക്വാണ്ടിറ്റി ഒക്കെ പോലിരിക്കും. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല. വിൽക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ അയാൾ ക്രിമിനലൊന്നും അല്ല. അവനെ പിടിച്ചിട്ട് ഈ കാണിച്ചത് എന്തൊരു തെണ്ടിത്തരമാണോ ഇത്? മാധ്യമങ്ങൾ ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും? ഇതാണോ ഈ നിങ്ങൾ പഠിച്ചത്? ഈ മാധ്യമ പ്രവർത്തകർ ആരും അടിക്കാറില്ലേ ഇതൊന്നും? പോലീസുകാരും അടിച്ചിട്ടില്ല, അല്ല പട്ടാളക്കാർ അടിച്ചിട്ടില്ലേ? ആത്മാർത്ഥമായിട്ടൊന്നും ചിന്തിക്കരുതോ?
ഒരു മനസാക്ഷി വേണ്ടടേ ഒരു കാര്യം ചെയ്യുമ്പോൾ. അത് ആ പയ്യനെ ഇത്ര ഉദ്ധരിക്കാനും വേണ്ട, അവൻ എന്ത് ചെയ്തിട്ടാ? അതിനൊരു അന്തസ്സില്ലേ? ആ ചെയ്യുന്നതിനകത്തൊരു കള്ളത്തരമില്ലേ? നിങ്ങൾക്കറിയാമല്ലോ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. എല്ലാം അറിയാവുന്നവരല്ലേ നിങ്ങളൊക്കെ. എന്നിട്ട് പോലും ആ കൊച്ചിനെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാവോ? ശേ, അറിയള് ഇതൊന്നും ശരിയല്ലടോ. നീയൊന്നും ഒട്ടും നല്ലതല്ല. എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും തിന്നരുത്. ഇങ്ങനെയൊന്നും അല്ല ഫുഡ് കഴിക്കണ്ടേ, ഇങ്ങനെയൊന്നും അല്ല പണം സമ്പാദിക്കണ്ടേ, ഇങ്ങനെയല്ല സന്തോഷം കണ്ടെത്തണ്ടേ. അങ്ങനെ വിചാരിച്ചാൽ മതി.